ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരും എന്നതാണ് ഇവരുടെ മുന്നറിയിപ്പ്. അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വില കൂട്ടിയതിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഹോട്ടൽ ഉടമകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. അതിലവർ നിർബന്ധിതരാകുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മിനിമം തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചധികം കൂടുതൽ ഒരു ആഹാരത്തിന് ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളും കസ്റ്റമേഴ്സും വരുന്നത് കുറയുമെന്നൊരു ആശങ്ക കൂടി ഇവർക്കുണ്ട്. നമുക്ക് ഹോട്ടൽ ഉടമകളോട് തന്നെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനിടയിലാണ് 1000 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയാകും? ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹോട്ടലുകാർക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്നിപ്പം പെട്ടെന്ന് നമുക്ക് ഫുഡിന് റേറ്റ് കൂട്ടാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കുറയും. പിന്നെ നമ്മുടെ റൂംസിൻ്റെ വാടക, പിന്നെ നമുക്ക് ഇത്ര സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിൻ്റെ സാലറി, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റേറ്റ് കൂടുന്നതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ഇത് ഒരിക്കലും അതായിട്ട് പൊരുത്തപ്പെടാനും പറ്റില്ല, നമുക്ക് റേറ്റ് കൂട്ടാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. 1000 രൂപ ഗ്യാസുകാർക്ക് അങ്ങനെയുള്ള മുതലാളിമാർക്ക് പെട്ടെന്ന് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മളെ ഹോട്ടൽ ജീവനക്കാർക്ക് മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ എത്ര ഗ്യാസാണ് വേണ്ടത്? നമുക്ക് 8-9 ഗ്യാസ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസിന് 1000 രൂപ വീതം അവർ റേറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 9 ഗ്യാസിന് 9000 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് നഷ്ടമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി നേരത്തെ ഉണ്ടായില്ലേ യുദ്ധവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ സാധനങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നോ നിങ്ങൾ? ആ സാധനങ്ങളും വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥ വന്നു. ഐറ്റംസ് കുറവ് വന്നു. വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. കസ്റ്റമേഴ്സ് കുറഞ്ഞു. നല്ല രീതിയിൽ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ആ ടൈമിലും എന്തായാലും പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി എന്നൊരു അവസ്ഥയിലേക്കാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6-ാം തീയതി ഒരു പണിമുടക്ക് നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു 1000 രൂപ വർദ്ധിപ്പിച്ച് ഈ ഒരു നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം ഇവർക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി 6-ാം തീയതിയുള്ള പണിമുടക്കിന് ശേഷം നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി ഇവർ ആലോചിക്കുന്നു എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് ഹോട്ടൽ ഉടമകളെ മാത്രമല്ല സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഗ്യാസിന്റെ വില ഉയർന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ പറഞ്ഞു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷനും വ്യക്തമാക്കുന്നു. കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി അത്രമേൽ രൂക്ഷമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്ഷണ വിതരണ മേഖലയ്ക്കും വലിയൊരു ഇരുട്ടടിയാണ് ഇന്ന് പെട്രോളിയം കമ്പനിക്കാരും കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് 1000 രൂപ വില വർദ്ധിപ്പിക്കുക, അതും കഴിഞ്ഞ 2 മാസം കൊണ്ട് 400 രൂപ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1500 രൂപയോളമാണ് നമുക്ക് വില വർധന വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ മേഖലയ്ക്ക് അത് തരണം ചെയ്യാൻ സാധിക്കില്ല. 1.5 മാസക്കാലമായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഈ 1600 രൂപയുടെ വില വർധന വന്നിരിക്കുന്നത്. 1000 രൂപ വില വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സാധാരണ ഹോട്ടലുകാരന് പോലും ഏതാണ്ട് 3000 രൂപ ഒരു ദിവസം അധിക ചെലവാണ് വരുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതെ, സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സമരം നടത്തിക്കൊണ്ടൊന്നും നേടാനല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം അത് ജനസമൂഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 6-ാം തീയതി നമ്മൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ധർണയ്ക്ക് പോകുന്നത്. പെട്രോളിയം കമ്പനികളുടെ മുമ്പിൽ അന്ന് അതിശക്തമായ ധർണ നടത്തുകയും ഓരോ വർഷവും 13,000 14,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് വീണ്ടും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസാണ് 85% ഉപയോഗിക്കുന്നത്. ഡൊമസ്റ്റിക് ഗ്യാസിന്റെ പാവഭാരം കൂടി അതിന്റെ ബാധ്യതകൾ കൂടി ഇവിടുത്തെ കൊമേഴ്സ്യൽ ഗ്യാസിന്റെ തലയിലിട്ട് കൊടുത്തുകൊണ്ട് ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെ നശിപ്പിക്കാനുള്ള ആ ശ്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. സൂചനാ സമരമാണ്. പിന്നെ സൂചനാ സമരം കഴിഞ്ഞാൽ പിന്നെ സമരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യമില്ലെങ്കിൽ ഓരോ ഹോട്ടലുകളായിട്ട് അടച്ചിട്ട് പോകും.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ കൂട്ടിയ 1000 രൂപ അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് എന്താണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പാചകവാതകത്തിനൊരു ക്ഷാമവുമില്ല, ക്രൂഡ് ഓയിലിനൊരു ക്ഷാമവുമില്ല. ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ചെയ്ത ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ ഒരു വലിയ ധൂമകേതു ഞങ്ങൾക്കെതിരെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.